അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ടൗൺ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ ഓടകളും കല്ലിങ്ങുകളും കൃത്യമായ രീതിയിൽ പുനർനിർമ്മിച്ചില്ലെന്ന പരാതിയുമായി അടിമാലി ബസ് ജീവനക്കാർ രംഗത്ത്. ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വഴി ഓടകൾ പൊളിച്ചു മാറ്റിയതിനെ തുടർന്നുണ്ടായ വൻ ഗർത്തം സർവീസ് ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് അടിമാലി പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാരും വാഹനങ്ങളും ആശ്രയിക്കുന്ന റോഡാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റോഡ്. പഞ്ചായത്തിന്റെ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഓടകളിലും കലുങ്കുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്തിരുന്നു. എന്നാൽ കലുങ്കുകൾ കൃത്യമായ രീതിയിൽ പുനർനിർമ്മിക്കാത്തത് റോഡിനെ ആശ്രയിക്കുന്ന ബസ് തൊഴിലാളികൾക്കും മറ്റ് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ദിവസേന നിരവധി സർവീസ് ബസ്സുകളടക്കം റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ വീണ് വാഹനങ്ങളുടെ മെയിൻ പ്ലേറ്റുകളടക്കം ഒടിഞ്ഞ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉടമകൾക്കുണ്ടാക്കുന്നതെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. കാലത്തായിട്ട് അടിമാലി ഗ്രാമപഞ്ചായത്ത് ട്രാഫിക് പരിഷ്കരണം വെച്ച് വേയും മാറ്റിയിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡിന്റെ അകത്തെ അവസ്ഥ എന്നാന്നുള്ള അവർ നോക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഒരു വലിയൊരു ഇത് പറഞ്ഞിട്ട് ബസ്സുകാരാണ് ഇവിടെ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കണ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണേന്ന്. അടിമാലിന്റെ ദിനംപ്രതി ഈ ബസ് സ്റ്റാൻഡിനകത്ത് വന്ന 1000-ഓളം ആളുകൾ വന്നു പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഇത്. ഇതിനകത്ത് ഈ ഒഴുകി വരുന്ന വെള്ളം ഇത് മഴ ചാടി വന്ന് കിടക്കുന്ന വെള്ളമല്ല. അത് ഇതിനകത്ത് ഇത് മൂത്രവും മലിനജലമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം അടിമാലി പഞ്ചായത്തിന് ഇതുവരെ ഞങ്ങൾ ചെയ്തു തരാൻ പറ്റിയിട്ടില്ല. മഴക്കാലമായതോടെ സ്റ്റാൻഡിലേക്ക് വെള്ളം ഒഴുകിയെത്തി കെട്ടിക്കിടക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. വെള്ളക്കെട്ട് മൂലം പകർച്ചവ്യാധികളും മഹാമാരികളും പടർന്നു പിടിക്കുവാനുള്ള സാധ്യതയേറിയാൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും തൊഴിലാളികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. ഇതിന് ശക്തമായ മറുപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ ഒരു വാഴ വെച്ച് ഇന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പ്രതിഷേധം നടത്തിയിട്ട് പഞ്ചായത്ത് അധികാരികളോടും മറ്റുള്ള PWD അധികാരികളോടും എല്ലാവരും ഇതിനെ നിലവിലെ സ്ഥലപരിമിതി മൂലം 15-ലധികം ബസ്സുകൾ ഒരുമിച്ച് സ്റ്റാൻഡിലെത്തുമ്പോൾ ഗതാഗതക്കുരുക്ക് മാത്രമല്ല, പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിലേക്ക് അകത്തേക്കും പുറത്തേക്കുമുള്ള വഴിയിൽ മാറ്റം വരുത്തിയതും പൊതുജനങ്ങൾക്കും ബസ് ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ജീവനക്കാർ ആരോപിക്കുന്നു. വിഷയത്തിൽ പലതവണ പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികാരികൾ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചത്. CITU അടിമാലി ബസ് തൊഴിലാളി മേഖലാ പ്രസിഡന്റ് അഖിൽ CR, കൺവീനർ സിദ്ദിഖ് പൊന്നാമ്പല, കേരള കോൺഗ്രസ് B ഇടുക്കി ജില്ലാ യൂത്ത് പ്രസിഡന്റ് സിബി വെള്ളത്തുവൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ബഹിഷ്കരണം അടക്കമുള്ള ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും തൊഴിലാളി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സിറ്റി വിഷൻ, അടിമാലി.